മരുഭൂമി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നതെന്താ? ഇങ്ങോട്ട് നോക്കിയാലും മണൽക്കൂനകളായിരിക്കും അല്ലേ? പക്ഷേ ഇന്ത്യയുടെ സ്വന്തം ഥാർ മരുഭൂമിക്ക് പറയാൻ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കിടിലൻ കഥയുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കാണുന്ന മരുഭൂമി എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നില്ലെങ്കിലോ? ആ ഒരു ചിന്ത മാത്രം മതി താർ മരുഭൂമിയുടെ ആഴങ്ങളിലുള്ള രഹസ്യങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ. ആ രഹസ്യങ്ങളിലേക്ക് പോകും മുൻപ് നമുക്കിന്ന് കാണുന്ന ഥാർ മരുഭൂമിയെ ഒന്ന് ശരിക്കും പരിചയപ്പെടാം. ഇന്ത്യയുടെ ആരവല്ലി കുന്നുകൾക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അങ്ങ് കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഒരു മണൽ ലോകം. ഇവിടെ കാണുന്ന ഓരോ രൂപത്തിനും പിന്നിൽ കാറ്റിന്റെ ഒരു മാജിക്കുണ്ട്. ചിലയിടങ്ങളിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന മണൽക്കൂനകൾ കാണാം. വേറെ ചിലയിടത്ത് ചന്ദ്രക്കലയുടെ ഷേപ്പിലുള്ള ബർക്കാനകൾ കാണാം. പിന്നെ കാറ്റടിച്ചു രൂപം മാറിയ കൂൺപാറകൾ, ഇടയ്ക്കിടെ കാണുന്ന പച്ചപ്പുള്ള മരുപ്പച്ചകൾ, ഇതൊക്കെ ചേർന്നതാണ് നമുക്ക് പരിചിതമായ ഥാർ മരുഭൂമി. എന്നാൽ ഈ മണൽക്കൂനകൾക്ക് താഴെ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞുകിടപ്പുണ്ട്. നമ്മൾ ഈ കാണുന്നതിനും അപ്പുറമുള്ള ഒരു ചരിത്രം. ശരി, ആ രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. ഈ വരണ്ടുണങ്ങിക്കിടക്കുന്ന മണൽപ്പരപ്പ് ഒരു കാലത്ത് ഒരു കടലിന്റെ അടിയിലായിരുന്നു. ആലോചിച്ചു നോക്കൂ, ഈ ഒരു കണ്ടെത്തൽ മാത്രം മതി നമ്മുടെ എല്ലാ ധാരണകളെയും അങ്ങ് മാറ്റിമറിക്കാൻ. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കിക്കേ. മെസോസോയിക് കാലഘട്ടത്തിൽ കടലിനടിയിലായിരുന്ന ഒരു സ്ഥലം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ താർ മരുഭൂമിയായി മാറി. എന്തൊരു ഗംഭീര മാറ്റമാണല്ലേ ഇത്! അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഈ അവിശ്വസനീയമായ കാര്യത്തിന് എന്ത് തെളിവുണ്ട് അല്ലേ? ശാസ്ത്രജ്ഞർക്ക് കിട്ടിയ രണ്ട് പ്രധാനപ്പെട്ട സൂചനകളുണ്ട്. ഒന്ന്, ആകാൽവുഡ് ഫോസിൽ പാർക്കിൽ നിന്ന് കിട്ടിയ പുരാതന മരങ്ങളുടെ ഫോസിലുകൾ. രണ്ട്, ജയ്സൽമീരിനടുത്ത് നിന്ന് കണ്ടെത്തിയ കടൽ ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ. ഈ സംഖ്യയൊന്ന് നോക്കൂ, 180 ദശലക്ഷം. അതായത് ഏകദേശം 18 കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മണൽപ്പരപ്പിൽ കടൽ ജീവികൾ നീന്തിക്കളിച്ചിരുന്നു. നമുക്കത് സങ്കൽപ്പിക്കാൻ പോലും പറ്റുന്നുണ്ടോ? ശരി, ആ പഴയ കടലൊക്കെ അങ്ങ് അപ്രത്യക്ഷമായതോടെ ഇവിടുത്തെ വെള്ളത്തിന്റെ കഥയെ മൊത്തത്തിൽ മാറി. ഇന്ന് ഈ മരുഭൂമിയിൽ കിട്ടുന്ന വെള്ളത്തിന് എന്താ സംഭവിക്കുന്നത്? അതെങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ ചാർട്ടിലെ വ്യത്യാസം കണ്ടോ? ആമസോണിലോ ലണ്ടനിലോ പെയ്യുന്ന മഴയുടെ ഒരു ചെറിയ അംശം പോലും ഇവിടെ കിട്ടുന്നില്ല. അതായത് 150 മില്ലിമീറ്ററിൽ താഴെ മാത്രം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തെ മരുസ്ഥലി എന്ന്, അതായത് മരണത്തിന്റെ നാടെന്ന് പോലും വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പുഴകൾക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അവയെ എഫെമെറൽ എന്നാണ് പറയുന്നത്. അതായത് മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളമുണ്ടാകും. കുറച്ചങ്ങോട്ട് ഒഴുകിക്കഴിയുമ്പോഴേക്കും അത് മണലിൽ അപ്രത്യക്ഷമാകും. ഇവയൊന്നും കടലിലെത്തുന്നില്ല. ലൂണി നദി മാത്രമാണ് ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരേയൊരു നദി. ഈ അപ്രത്യക്ഷമാകുന്ന പുഴകളുടെ കാര്യം മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട് കേട്ടോ. ഈ മരുഭൂമിയെ വെള്ളം ചോർന്നു പോകുന്ന ഒരു പരന്ന മണൽ ട്രേ ആയിട്ട് ഒന്ന് സങ്കൽപ്പിക്കുക. എന്നിട്ട് ആ ട്രേ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് വെച്ചിരിക്കുകയാണെന്നും വിചാരിക്കുക. അപ്പോ എന്ത് സംഭവിക്കും? ആ ട്രേയിലേക്ക് മഴവെള്ളം വീഴുന്നു. അത് കുറച്ചു ദൂരം ഒഴുകി ഒരു വഴിയുണ്ടാക്കുന്നു. പക്ഷെ കടലിലെത്തുന്നതിന് മുൻപ് തന്നെ ദാഹിച്ചിരിക്കുന്ന ആ മണൽ അത് മുഴുവൻ വലിച്ചെടുക്കും. ബാക്കിയുള്ള വെള്ളം സൂര്യന്റെ ചൂടിൽ നീരാവിയായി പോകും. അവസാനം അവിടെ ഉപ്പിന്റെ ഒരു പാളി മാത്രം ബാക്കിയാകും. ഇങ്ങനെയാണ് പ്ലായകൾ എന്നു പറയുന്ന ഉപ്പ് തടാകങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അപ്രത്യക്ഷമായ കടലിന്റെ ഓർമ്മകൾ ഇപ്പോഴും ഇവിടത്തെ മണ്ണിലും ജീവനിലുമൊക്കെ ബാക്കിയുണ്ടോ? നമുക്ക് നോക്കാം, ഈ വരണ്ട ലോകത്തെ ജീവിതം എങ്ങനെയാണ് ആ പഴയ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന്. സാധാരണ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണും താരിലെ മണ്ണും തമ്മിലുള്ള ഈ വ്യത്യാസം നോക്കൂ. മഴവെള്ളം നീരാവിയായി പോകുമ്പോൾ അതിലുള്ള ഉപ്പും മറ്റു ലവണങ്ങളുമൊക്കെ മണ്ണിൽ തന്നെ അടിഞ്ഞുകൂടും. അതുകൊണ്ടാണ് ഇവിടുത്തെ മണ്ണിൽ നൈട്രജനും ജൈവാംശവുമൊക്കെ കുറവും ഉപ്പിന്റെ അംശം കൂടുതലുമായിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ മണ്ണിലെ ഉപ്പുരസം അത് പണ്ട് ഇവിടെയുണ്ടായിരുന്ന ആ കടലിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഉപ്പുവെള്ളവും കനത്ത ചൂടും അതിജീവിക്കാൻ ഇവിടുത്തെ ചെടികൾക്ക് ചില പ്രത്യേക കഴിവുകളുണ്ട്. ഉഷ്ണമേഖല മുൾക്കാടുകളാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. കള്ളിമുൾച്ചെടികളെപ്പോലെ വളരെ കുറച്ച് വെള്ളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സീറോഫൈറ്റിക് സസ്യങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ കാര്യങ്ങളെല്ലാം എങ്ങനെയാ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഈ മണലിലെ ഓരോ തരിയും ഒരു വലിയ കഥയുടെ ഭാഗമാണ്. നമുക്ക് ആ കഥ ഒന്നുകൂടി ഓർത്തുനോക്കാം. ചുരുക്കി പറഞ്ഞാൽ
താർ മരുഭൂമി എന്നത് തുറന്നുവെച്ചൊരു ചരിത്ര പുസ്തകം പോലെയാണ്. ഇവിടുത്തെ ഉപ്പുള്ള മണ്ണും ഇടയ്ക്ക് വന്ന് അപ്രത്യക്ഷമാവുന്ന പുഴകളും കിട്ടിയ ഫോസിലുകളുമെല്ലാം അതിന്റെ നാടകീയമായ ഭൂതകാലത്തിന്റെ ഓരോ പേജുകളാണ്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. നമ്മൾ ദിവസവും കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള ഈ സ്ഥലങ്ങളിൽ ഇതുപോലെ എന്തൊക്കെ രഹസ്യങ്ങൾ, എന്തൊക്കെ ചരിത്രങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടാകും? ഒന്നാലോചിച്ചു നോക്കൂ.